Welcome. Okay, so we have completed the hire purchase system. So today, new topic, a new chapter, your new module, and this is our last one also. Accounting for incomplete records, അല്ലെങ്കിൽ single entry system. Okay. നിങ്ങളധികം കേട്ട് പരിചയമില്ലാത്ത സമയം പ്ലസ് ടു ഉണ്ടായിരുന്നു. എനിവേ ഞാൻ അസ്യൂം ചെയ്തത് നിങ്ങൾക്ക് വലിയ പരിചയമില്ല. ഓക്കെ, ഇതുവരെയുള്ളത് നമ്മൾ ഓക്കെ ഹയർ പർച്ചേസ് അല്ല, നമ്മൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു കേട്ട് പരിചയമുള്ള പോലത്തെ സംഭവങ്ങളല്ലേ. ബട്ട് ദിസ് തിങ് ക്യാമറ ഓൺ ആകും എനിക്ക് എപ്പോഴും പറ്റുന്ന. അപ്പം ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കും, ഞാൻ ക്യാമറ ഓൺ ആക്കൂല, പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ സോ നമുക്ക് ഈ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് എന്താണെന്ന് അറിയണം. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്, റൈറ്റ്? എപ്പോഴും ഇതിങ്ങനെ ഇൻകംപ്ലീറ്റ് ആവുക. സിനാരിയോ ഇസ്, ഇത് ശരിക്കും ഇത് ഫേസ് ചെയ്യുക നമ്മുടെ അക്കൗണ്ടിങ് ഫേംസ് ഇല്ലേ. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് തന്നെ ആവണമെന്നില്ല, നമ്മുടെ അക്കൗണ്ടൻ്റ് ആയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരില്ലേ. സോ ഞാനിപ്പോൾ തൽക്കാലം ഒരു CA ഫേം എടുക്കുവാണ്. ഓക്കെ, ഇവരുടെ കേസ് ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന പല രീതിയിലുള്ള ആൾക്കാരുണ്ടല്ലേ, പല രീതിയിലുള്ള ആൾക്കാർ. ഓക്കെ, ചില ആൾ വളരെ ചെറുകിട ബിസിനസ് ചെയ്യുന്നവർ മേ ബി അവരെന്ത് ചെയ്യുന്നുണ്ടാവില്ല, അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് നമ്മുടെ ടാക്സ് റിട്ടേൺ വഗേര അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ വരുമ്പം ഇവർക്ക് എന്ത് വേണം, ലാസ്റ്റ് ദേ വോണ്ട് ടു നോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. സോ ഇവർക്കും ഇത് അറിയണം, റൈറ്റ്? ബട്ട് എന്തില്ല, കയ്യിൽ അക്കൗണ്ട്സും സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, സോ ഇങ്ങനത്തെ ആളും ആടെ വരും നമ്മുടെ CA ഫേമിലും എടുത്ത് വന്നിട്ട് വിളിട്ടാൽ നമുക്ക് എൻ്റെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ അറിയണമെന്ന് പറയാം. എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ആ സിനാരിയോസാണ് പറയുന്നത്. ദെൻ വേറൊരു കേസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അത്യാവശ്യം നന്നായിട്ട് ഒരു അക്കൗണ്ടൻറ്റിനെയൊക്കെ വെച്ച്, അല്ലെങ്കിൽ അയാൾ തന്നെ നല്ല അക്കൗണ്ടൻസിയിൽ നോളജ് ഉള്ള ആളാണെന്ന് വെച്ചോ. സോ അയാൾ തന്നെ അക്കൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നോട്ട് മെയിൻറ്റെയിൻ. ഈ കേസിൽ ഇയാൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യമായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റും PNL അക്കൗണ്ട്, അതും പുതിയ ടൈപ്പിൽ. ഓക്കെ, പുതിയ ഫോമാറ്റ്, ന്യൂ ഫോമാറ്റിലൊക്കെ ദേ ആർ ഡ്രോയിങ്. ബട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയടോ, ഫയർ, തീ പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ച്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കുറേ പേജ് മീൻസ് ഫുള്ളായിട്ട് അങ്ങ് അക്കൗണ്ട്സ് എന്ത് ചെയ്തു, ബുക്ക് ഉണ്ടല്ലോ, ബുക്സ് ഓഫ് അക്കൗണ്ട്, അത് നശിച്ചു പോയി. പറ്റൂലേ? അപ്പോൾ ഈ പകുതി കത്തിയതും പിടിച്ചതുമായിട്ടുള്ള സാധനം എടുത്തിട്ട് ഇയാളും ആരെടുത്ത് വരും. ഓക്കെ, അപ്പോൾ ഈ ഇൻകംപ്ലീറ്റ് എന്നുള്ളതിൻ്റെ വേർഡ് മീനിങ് ഇപ്പോൾ ക്ലിയർ ആണല്ലോ. അക്കൗണ്ട് കംപ്ലീറ്റ് അല്ല. സോ കംപ്ലീറ്റ് അല്ലാത്ത അക്കൗണ്ട് എന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഈ കൺസേൺസ് കണ്ടുപിടിക്കണം. സോ ഇവിടെയാണ് അക്കൗണ്ടിങ് ഫോർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ പ്രസക്തി. സോ നമ്മുടെ സിറ്റുവേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ കേസസ്, എന്തുകൊണ്ടാണ് അതിന് ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. ഇനി ഇയാളത് എന്ത് ചെയ്യണം, അതൊന്ന് എങ്ങനെയെങ്കിലും കൂട്ടി യോജിപ്പിച്ചിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സോ ഇതാണ് അക്കൗണ്ടിങ് ഫോർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഓക്കെ, ഇതിനൊരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഉണ്ട് ഫോമാറ്റ്സും കാര്യങ്ങളൊക്കെ. ബട്ട് നമുക്ക് ഇത്തിരി എന്താ പറയുക, ഒരു ഇത്തിരി ലോജിക്കും കൂടെ വേണം. ഓക്കെ, നോക്കാം, അത് നമുക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഓക്കെ, ഒറ്റയടിക്ക് പെട്ടെന്ന് ഈ ചാപ്റ്റർ അങ്ങ് മനസ്സിലാവുന്നില്ല. എൻ്റെ കൂടെ വളരെ സാവധാനത്തിൽ മൂവ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. സോ ചെയ്യാൻ പോകുന്ന കാര്യം ഓക്കെയാണ്. എന്താണ്, ഒന്നിക്കൽ ഫയർ അക്കൗണ്ട് ബുക്ക് ലോസ് ആവുന്ന, ഓക്കെ, അല്ലെങ്കിൽ സംഭവങ്ങളൊന്നുമില്ല, ബുക്സ് ഓഫ് അക്കൗണ്ടേ ഇല്ല, ബട്ട് ദേ വോണ്ട് ടു നോ ദി പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കേസ്. ഓക്കെ, അപ്പോൾ ഞാനിത് മയക്കുവാണേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യണം അല്ലേ. സോ അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് യാ ലോസ് ആണല്ലോ. നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം, അക്കൗണ്ടിൽ അധികം ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തൊരു സംഭവത്തിൽ കുറച്ച് കാര്യങ്ങൾ, ഇത് എന്തൊക്കെയാണെന്നൊക്കെ ഇപ്പം ഞാൻ പറയാം, അതിൽ നിന്ന് എനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. എനിക്ക്
ഈ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ സ്വതവേ 2 മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, അതിൽ ഒന്നാമത്തെ മെത്തേഡിന്റെ പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എഫേഴ്സ് മെത്തേഡ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് മെത്തേഡിന്റെ പേരാണ് കൺവേർഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ 2 മെത്തേഡ്. ഓക്കെ, അപ്പം കത്തിയ ബുക്ക്, അക്കൗണ്ട്സ് ബുക്ക്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ബുക്കേ ഇല്ല, ഇങ്ങനെയുള്ള കേസിൽ എനിക്ക് ലാഭമോ നഷ്ടമോ എന്ന് കണ്ടുപിടിക്കണം. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, നിങ്ങളൊക്കെ എൻ്റെ അസിസ്റ്റൻസ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സോ നമുക്കതിന് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ്. മെയിൻലി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക തീരെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത, ഓർമ്മയെന്ന് എടുത്തിട്ട് ഇന്നൊക്കെ ഞാൻ ബിസിനസ്സിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇത്ര പൈസ ഇട്ടിട്ടുണ്ട്, ഞാൻ ബിസിനസ്സിന് ഇത്ര പൈസ എടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന കേസ് ഉണ്ടാവില്ല. അപ്പം ചില ആൾ അക്കൗണ്ട് നോട്ട് മെയിൻറ്റെയിനിങ്, അക്കൗണ്ട് ഇല്ല, ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൽ ഇൻകം ടാക്സിന്റെ കുറേ പെർവ്യൂസ് ഉണ്ട്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ ഇതിനേക്ക് വേണ്ട ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ ബുക്സ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ബട്ട് ഇയാൾക്ക് എന്തറിയാമെന്നറിയോ? ക്യാപിറ്റൽ ഞാൻ ഇത്ര ഇട്ടിട്ടാണ് ബിസിനസ് തുടങ്ങിയത്, ഞാൻ ഇയർ എൻഡിൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ 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 ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ആവശ്യങ്ങൾക്ക് ഇങ്ങനെ ഡ്രോയിങ്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഈ പർട്ടിക്കുലർ പേഴ്സൺ അറിയാം, ബട്ട് എന്തില്ല? അക്കൗണ്ട് ഇല്ല. ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് എഫേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യുക. നിങ്ങൾ അതിലോട്ടൊന്നും പോകണ്ട, നമുക്ക് ഓരോ മെത്തേഡും എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഫസ്റ്റ് എന്ത് പഠിക്കും? ഈ ഒരു മെത്തേഡ് പഠിച്ചിട്ട് ആ ഒരു മെത്തേഡിലോട്ട് പോകും. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് എഫേഴ്സ് മെത്തേഡ്. സോ ഏകദേശം മനസ്സിലായല്ലോ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാം? അക്കൗണ്ട് ബുക്കൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല, ബട്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും, ഇന്ന സംഭവങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ എന്ത് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഞാനിപ്പം ബോർഡിനകത്ത് ഓക്കെ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ഫോമാറ്റ് അങ്ങോട്ട് എഴുതും. ഓക്കെ, അതുവരെ നിങ്ങളൊന്നും മിണ്ടാൻ പാടില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ എന്നോട് ആ ക്ലയൻറ്റ് പറയുന്നു ക്ലോസിങ് ക്യാപിറ്റൽ എനിക്കറിയാം. അപ്പോൾ ഞാൻ ആ ക്ലോസിങ് ക്യാപിറ്റൽ ഇവിടെ എഴുതി. ഓക്കെ, അയാൾ എൻ്റെ അടുത്ത് പറയുന്നു ഡ്രോയിങ്സ് എനിക്കറിയാം, ഞാൻ എത്രയോ പൈസ ഡ്രോയിങ്സ് ആയിട്ട് ഡ്രോ ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയാം. സോ ഞാൻ ആ ഒരു സാധനം ഇതിലെഴുതി. ദെൻ അയാൾ പറഞ്ഞ് ഞാൻ തുടക്കത്തിൽ കൊണ്ടുവന്ന ക്യാപിറ്റലും എനിക്കറിയാം, അതും ഞാൻ ഇവിടെ എഴുതി. പിന്നെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും എഡീഷണലി എൻ്റെ പറമ്പൊക്കെ പണയം വെച്ചിട്ട് ഞാൻ എഡീഷണലി കുറച്ച് ക്യാപിറ്റലും കൂടെ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ എമൗണ്ടും എനിക്കറിയാം. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? നെറ്റ് പ്രോഫിറ്റ്. ഞാനിവിടെ ഇത്രയും കൂടി പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ അല്ലേ? ഇതെല്ലാം എൻ്റെ പർപ്പസ്. ഇതൊക്കെ ഇയാൾ പറഞ്ഞെന്ന ഡീറ്റെയിൽസും ഇതെനിക്ക് കണ്ടുപിടിക്കേണ്ട ഡീറ്റെയിൽസും, റൈറ്റ്? സോ ഞാൻ ഫോമാറ്റ് ആണ് എഴുതാൻ പോകുന്നത്. ദിസ് ഇസ് ക്ലോസിങ് ക്യാപിറ്റൽ. ഇതിന് ഞാൻ പേര് നമുക്ക് പിന്നെ ഇടാം. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു ഡ്രോയിങ്സ്. എന്തുകൊണ്ട് ആഡ് ചെയ്തെന്നൊക്കെ നമുക്ക് സംസാരിക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു, എഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു. സോ ഇത് ആഡ് ലെസ് ചെയ്യുന്നതിന് ഞാൻ ബ്രാക്കറ്റിൽ ഇടുവാണേ. കിട്ടുന്ന ആൻസർ എൻ്റെ എന്തായിരിക്കും? പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഓക്കെ, മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു സാധനം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടെ. ഓക്കെ, നിങ്ങൾക്ക് യൂഷ്വലി നമ്മൾ സ്വതവേ അറിയുന്ന ഒരു സംഭവം ഇവിടെ വിസിബിൾ ആണെടാ. യാ, സി, നിങ്ങൾക്ക് അറിയുന്ന സംഭവം നമ്മൾ ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ ഓർമ്മയില്ലേ? ഇവിടെ ക്യാപിറ്റൽ എഴുതും അല്ലേ? എഴുതും. അത് ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും അല്ലേ? P&L അക്കൗണ്ടിലെ പ്രോഫിറ്റ് ഇവിടെ ആഡ് ചെയ്യും അല്ലടോ? ആണ്. ഇത് മാത്രമേ നിങ്ങൾക്ക് വേണ്ടൂ. സോ ഇതാണ് നിങ്ങളുടെ ഫോമാറ്റ് ഓഫ് ഫൈൻഡിങ് പ്രോഫിറ്റ്. ഓക്കെ, അതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്ന ഒരു രീതി ഞാൻ ഇവിടെ പറയാൻ പോവാം. സോ ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ, കൊണ്ടുവന്ന ക്യാപിറ്റലിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യും, ഡ്രോയിങ്സ് ലെസ് ചെയ്യും, വേണ്ട. എഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും ഞാനിവിടെ ആഡ് ചെയ്യും,
അല്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യും. എനിക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും എൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇങ്ങനെയല്ലേ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ചെയ്യല്? ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ ഇത് ലാബിലിറ്റി സൈഡ്, ഇത് അസറ്റ് സൈഡ്. ഈ ലാബിലിറ്റി സൈഡിൽ നമ്മൾ ഇങ്ങനെയല്ലട കാണിക്കല്. ഓർമ്മിച്ച് നോക്കും, ക്യാപിറ്റൽ കൊണ്ടുവന്നത് എഴുതും, നെറ്റ് പ്രോഫിറ്റ് P&L അക്കൗണ്ടിൽ നിന്ന് ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്യും, ഡ്രോയിങ്സ് ലെസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്ത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്? ക്ലോസിംഗ് ക്യാപിറ്റൽ, റൈറ്റ്? സോ ക്ലോസിംഗ് ക്യാപിറ്റൽ ഇത് ഇവിടുന്ന് ലെസ്, അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലിൽ കൂടി ഇത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ഇത് ഇവിടെ ആഡ്. സോ ഞാൻ എന്ത് ചെയ്തു? ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ് എൻ്റെ ബേസ്. സ്റ്റാർട്ടിങ് ഞാൻ ക്ലോസിംഗ് ക്യാപിറ്റൽ, സോ അത് എന്ത് ചെയ്തു? ലെസ് ചെയ്തു. സി, അതേപോലെ ഈ ഓപ്പണിങ്ങും ലെസ് ചെയ്തു. സോ ഇത് നിങ്ങൾക്ക് അറിയാം, ബട്ട് ഞങ്ങൾ ഫസ്റ്റ് ഐ സ്റ്റാർട്ടഡ് വിത്ത് ക്ലോസിംഗ് ക്യാപിറ്റലിന് മാത്രമേ ഉള്ളൂ. സോ എൻ്റെ പർപ്പസസ് പ്രോഫിറ്റ് കണ്ട് പിടിക്കലും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന? ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊന്നും വേണ്ട. ഞാൻ ബിസിനസ്സിലോട്ട് 1 lakh rupees കൊണ്ടുവന്നു തുടക്കത്തിൽ. ഇയർ എൻഡിൽ എനിക്ക് 1,25,000 rupees ആണ് എൻ്റെ ക്യാപിറ്റൽ. അതിൻ്റെ മീനിങ് എന്താ? 25,000 ലാഭമായിരിക്കുമല്ലോ അല്ലേ? ഇതിൻ്റെ കൂടെ ഓപ്പണിങ്ങിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടല്ലേ ഹിയർ ക്ലോസിംഗ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഞങ്ങൾ തിരിച്ചിട്ട് എഴുതിയതാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം എഴുതുക, പ്ലസ് ഡ്രോയിങ്സ് ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ. നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന? ബാലൻസ് ഷീറ്റ് ഒന്ന് മനസ്സിൽ വരച്ചു നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനൊരു പേര് കൊടുക്കണം അല്ലേ? നമ്മൾ പ്രോഫിറ്റ് ഇവിടെ കണ്ടുപിടിച്ചു. സോ ഇതിന് ഞാനൊരു പേര്, ഇത് ഏത് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്ന? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. ഇതിനെ നമ്മൾ വിളിക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, ഫോമാറ്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് ഓപ്പണിംഗ് മൈനസ് അഡീഷണൽ. ഓക്കെ, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ പറ്റും. കണ്ടല്ലോ? ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദി ഫോളോയിങ്. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000, ക്ലോസിംഗ് ക്യാപിറ്റൽ 80,000, കറണ്ട് ഇയർ ഡ്രോയിങ് 60,000, അഡീഷണൽ ക്യാപിറ്റൽ 10,000. സി, ഇവിടെ ഞാൻ എഴുതാൻ പോവാണ്. ഇതൊക്കെ ഒന്ന് മയക്കുവാണ്. സെയിം ഫോമാറ്റിൽ ഞാൻ amount add ചെയ്യാൻ പോവാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ is 80, drawings 6,000, then opening capital 50,000 ലെസ് ചെയ്യേണ്ടത് ഞാൻ ബ്രാക്കറ്റിൽ ഇടുന്നു. then what? additional capital 10,000. ഒന്നിത് ചെയ്തേ, ഇത് രണ്ടും ആഡ് ചെയ്താൽ 86,000 കിട്ടും. 86,000 ഇത് ചെയ്താൽ പ്രോഫിറ്റ് എത്ര? 26,000. ഈസി അല്ലേ? വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? എനിക്ക് ഫോമാറ്റ് അറിയാം, അതിലോട്ട് ഞാനങ്ങ് പ്ലേസ് ചെയ്തു. ഇതിങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എക്സാമിന് പ്രതീക്ഷിക്കണ്ട. സോ ഇത് ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഇതിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ ഇത് റബ്ബ് ചെയ്തോട്ടെ. ഇത് ഈസി അല്ലേ? ഇത് നോട്ടിൽ കോപ്പി ചെയ്തേക്കണേ. ബേസ് ആണ്, സോ നോട്ടിൽ കോപ്പി ചെയ്യാം. ഓക്കെ, 86. ഓക്കെ, സി, ഇനി ചില ക്വസ്റ്റ്യനിൽ ഡിപ്രിസിയേഷൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള അഡീഷണൽ തിങ്സ് ഉണ്ടാവും. ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാലോ. ഇത് നെറ്റ് പ്രോഫിറ്റിനകത്തല്ലേ ഡിപ്രിസിയേഷൻ നമ്മൾ സെറ്റ് അസൈഡ് ചെയ്യുന്ന? പ്രോഫിറ്റ് എന്നല്ലേ നമ്മൾ എന്ത് സെറ്റ് അസൈഡ് ചെയ്യുന്ന? ഡിപ്രിസിയേഷനും പ്രൊവിഷനും ഒക്കെ അല്ലേ? സോ ഈ പ്രോഫിറ്റ്, ഇവിടെ കിട്ടിയ പ്രോഫിറ്റ് ഇതിന് കണക്കായിട്ട് കുറയണ്ടേ? ക്വസ്റ്റ്യനിൽ ഡിപ്രിസിയേഷൻ തന്നാൽ പ്രോഫിറ്റ് നിന്നാണല്ലോ ഡിപ്രിസിയേഷൻ്റെ പൈസ നമ്മൾ മാറ്റി വെക്കുന്നത്. പ്രൊവിഷൻ എവിടുന്നാണ് മാറ്റി വെക്കുന്നത്? പ്രോഫിറ്റ് നിന്നാണല്ലോ. സോ ഈ പ്രോഫിറ്റ് അത്ര കണ്ട് കുറയണ്ടേ? കുറയണം. സോ നമ്മൾ ഇവിടെ ആ സമയത്ത് ഫോമാറ്റിനകത്ത് ഇവിടം വരെ ചെയ്താൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ്, ഓക്കെ, ഇവിടെ വരെ ചെയ്താൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇതിനകത്ത് നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഐറ്റം എഴുതുന്നു. ഡിപ്രിസിയേഷൻ ലെസ് പ്രൊവിഷൻ. ഓക്കെ, ആ കിട്ടുന്നതായിരിക്കും നമ്മുടെ എന്ത്? നമ്മൾ അതിനൊരു പേര് വിളിക്കും, ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ദാറ്റ് ഈസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. ഇനി കയ്യിൽ ബാക്കിയുള്ള നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള മീനിങ്. ഓക്കെ, ഡിവിസിബിൾ ഒന്നും ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, എനിവേ ദിസ് ഇസ് ദ തിങ്. ക്ലിയർ അല്ലേ?
ഞാൻ 2 ഐറ്റം ആഡ് ചെയ്തതേ ഉള്ളൂ, ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതേ സംഭവത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നമുക്കൊരു ഇത്തിരിയും കൂടെ ഒരു വെറൈറ്റി പ്രോബ്ലം ചെയ്യാം. ഇനി ഇത് ഞാൻ പറഞ്ഞില്ലേ ഡയറക്റ്റ് ആയിട്ടൊന്നും തരൂല, നമുക്ക് ചില കണക്കിൽ ഇത് മിസ്സിംഗ് ആയിരിക്കും, ഇതും മിസ്സിംഗ് ആയിരിക്കും. ഈ ഫോമാറ്റിന്റെ ബേസിസ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ല, ഇത് വെച്ചിട്ടല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ചില ക്വസ്റ്റ്യനിൽ ഇതും തരൂല ഇതും തരൂല, പക്ഷെ എന്ത് കണ്ടുപിടിക്കാൻ പറയും, നമ്മളോട് പ്രോഫിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, ആ സമയത്തിൽ ക്വസ്റ്റ്യനിൽ വേറെയും കുറേ അഡീഷണൽ തിങ്സ് ഉണ്ടാവും. എന്തിനു വേണ്ടി? ഇതും കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഓക്കെ, ഞാൻ ഓപ്പണിംഗിൽ തുടങ്ങുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടി ആ സമയങ്ങളിൽ എപ്പോഴും ഇത് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്ന അറിയോ? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റ് എല്ലാവർക്കും പറയാൻ അറിയാലോ. ഈ ഭാഗത്ത് അസറ്റും ഈ ഭാഗത്ത് ലാബിലിറ്റി ഇടും. അസറ്റൊക്കെ ഈ ഭാഗത്ത് പേരെഴുതുന്നു, ഈ ഭാഗത്ത് ലാബിലിറ്റി എഴുതുന്നു. അപ്പം ബാക്കി വരുന്ന ആളാരായിരിക്കും? നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ, റൈറ്റ്? നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി. അപ്പൊ ക്യാപിറ്റൽ എന്താ? അസറ്റ് മൈനസ് ലാബിലിറ്റി. സോ ഈ അസറ്റ് നിന്ന് ലാബിലിറ്റി മൈനസ് ചെയ്താൽ ബാക്കി വരുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ, റൈറ്റ്? സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പൊ ക്ലോസിംഗ് ക്യാപിറ്റൽ മിസ്സിംഗ് ആണെങ്കിൽ എന്ത് പ്രിപ്പയർ ചെയ്യും? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും, റൈറ്റ്? സോ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ മിസ്സിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ക്യാപിറ്റൽ മിസ്സിംഗ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ ഒരിക്കലും ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് അതിനെ വിളിക്കില്ല, നമ്മൾ അതിനെ വിളിക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, നമ്മൾ ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കാം. ദുടായിപ്പല്ലേ? സോ ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് ഡിഫറൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും ഒക്കെ തമ്മിലുള്ള 5-6 ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ തിയറിന്റെ എക്സ്പ്ലനേഷനിൽ നമുക്ക് പറയാം. സോ ഹിയർ നിങ്ങൾ മനസ്സിലാക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ മിസ്സിംഗ് ആകുമ്പോൾ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. നത്തിങ് ബാലൻസ് ഷീറ്റ് തന്നെ, എഴുതുന്ന സാധനവും ഫോമാറ്റ് ഒക്കെ ഒന്ന് തന്നെ, പേര് മാത്രം എന്താക്കുക? ചേഞ്ച് ചെയ്യാം. ആൻഡ് ഇഫ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഇസ് മിസ്സിംഗ് എന്ത് പ്രിപ്പയർ ചെയ്യണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് അല്ല, ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, ബാക്കി ഫോമാറ്റ് ഒക്കെ ഓക്കെ. ഇനി ഈ ബേസിൽ, അതായത് ഇതും മിസ്സിംഗ് ആകുമ്പോൾ നമ്മളെ പ്രോഫിറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഇസ് ദർ ഓൺ ദ സ്ക്രീൻ. കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തോ. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളത് കോപ്പി ചെയ്യാം. ഓക്കെ, okay, let's read. Kishore keeps his books on the single entry system and the following information is available. So Kishore ആണ് ഇവിടെ ആള്. കിഷോർ എന്ത് ചെയ്യുന്നില്ല? നേരാവണ്ണം ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻകംപ്ലീറ്റ് ആണ്. സിംഗിൾ എൻട്രി മീൻസ് ഡബിൾ എൻട്രി സിസ്റ്റം ഒന്നും ഫോളോ ചെയ്യാണ്ടാണ് അയാൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് എന്തായി? പണിയായി നിന്ന്. Okay, so here opening and closing balance of various assets are given. Furniture ഓപ്പണിംഗും തന്നിട്ടുണ്ട്, ക്ലോസിംഗും തന്നിട്ടുണ്ട്, സ്റ്റോക്ക് അങ്ങനെ തന്നിട്ടുണ്ട്, ഡെറ്റർ തന്നിട്ടുണ്ട്, ക്യാഷ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് ലാബിലിറ്റി, ബിൽസ്, ക്രെഡിറ്ററും ബിൽസ് പേബിൾ ലാബിലിറ്റി വരും, ലോൺ ഓൾസോ ലാബിലിറ്റി. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ആണ്, ഇൻവെസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നത്? Additional informations are there. He has drawn out of business ₹500 during the year. Drawings is 500. Prepare a statement showing the profit for the year ended 31st December 2013 after writing off 10% depreciation. പ്രോഫിറ്റ് കണ്ടുപിടിക്കണം എന്ന് നിങ്ങളോട് പറയുന്നത്, പക്ഷേ പ്രോഫിറ്റിന് മുന്നേ എന്ത് റൈറ്റ് ഓഫ് ചെയ്യണം? 10% ഡിപ്രിസിയേഷൻ ഓൺ ഫേർണിച്ചർ ആൻഡ് മേക്ക് എ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അറ്റ് 10% ഓൺ സൺട്രി ഡെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൊമാറ്റിനെ ഒന്ന് ഓർമ്മിച്ചോ? ഓക്കെ, ഫൊമാറ്റ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതുവാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് additional capital. So this is our format.
പിന്നെ ഡിപ്രിസിയേഷനൊക്കെ നമുക്കറിയാം, ലെസ് ഡിപ്രിസിയേഷൻ, ലെസ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബേസ് ഫോർമാറ്റ്. ഹിയർ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടോ? നോക്ക്, ഇല്ല. ഡ്രോയിങ്സ് തന്നിട്ടുണ്ടോ? ഉണ്ട്. 500 തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ നോ. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടാവില്ല ചിലപ്പോൾ, അത് തരണം നിർബന്ധമില്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഉണ്ടാവില്ല. സോ ഹിയർ എന്ത് രണ്ടും മിസ്സിംഗ് ആണ്? ക്ലോസിങ്ങും ഓപ്പണിങ്ങും മിസ്സിംഗ് ആണ്. ബട്ട് എക്സ്ട്രാ കുറേ അസറ്റിൻ്റെ പേര് ഇവിടെ ഉണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനകത്തുണ്ട്. സോ നമുക്കറിയാം ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ എന്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യും? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ടു ഫൈൻഡ് ഔട്ട് ദി ക്ലോസിംഗ് ക്യാപിറ്റൽ. സോ നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ, സി വെരി സിമ്പിൾ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, ഞാൻ അഗെയിൻ റിപ്പീറ്റിംഗ്, അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് പേപ്പറാണ് ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ട് പേപ്പർ തന്നെയാണ്. അടുത്ത പ്രാവശ്യത്തെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഇത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വർഷം കഴിഞ്ഞാൽ അക്കൗണ്ടൻസിൻ്റെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഇറ്റ്സ് ഈസി. ഓക്കെ, നല്ല അതും ഇൻട്രസ്റ്റിംഗ് ആണ്, ബട്ട് ഇതിനേക്കാൾ എളുപ്പമാണ്. തിയറീനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. തിയറി കുറച്ച് അറിയുവാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും, ബട്ട് ഇവിടെ അങ്ങനെയല്ലല്ലോ. ഓക്കെ, സോ ദിസ് ഇസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഓപ്പണിംഗ് നല്ല എഴുതുക. നമ്മളിവിടെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് മെൻഷൻ ചെയ്യും. ഡേറ്റ് തന്നിട്ടുണ്ട് 1/1/2013 ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് കേട്ടോ. അഫയേഴ്സ് ആസ് ഓൺ 31st December 2013. ക്വസ്റ്റ്യൻ എടുക്കുക, ഓരോന്നായിട്ട് എഴുതുക, ഒരു പ്രോബ്ലവും ഇല്ല. ഫർണിച്ചർ എവിടെ വരും? അവിടെ. ഓക്കെ, ഞാനിത് എഴുതാം. ഓക്കെ, എന്നിട്ട് വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ, സോ ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്തോളൂ. സോ ക്വസ്റ്റ്യനിൽ ഫർണിച്ചർ 200, 300. സോ ഫർണിച്ചർ ഞാനിവിടെ എഴുതാൻ പോവാണ്. 200, sorry, this is opening, so here 200, here 300. Sorry, രണ്ടും 200. Okay, 200. Okay, then stock 2800, 3050, 3050. Now debtors 2100, here 3400. Cash 150 എഴുതിയിട്ടുണ്ട് ഞാൻ. 200. Okay, then bills payable. Okay, here bills payable ലോൺ ഉണ്ടല്ലേ. ബിൽസ് പേയബിൾ 300 ഇവിടെ ഇല്ല. ലോൺ അതും അവിടെ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. നൗ കംസ് ഇൻവെസ്റ്റ്മെന്റ്, അതും ക്ലോസിംഗ് മാത്രം 1000, ഇവിടെ ഇല്ല. ഓക്കെ, തീർന്നു. ഓക്കെ, ഡിപ്രിസിയേഷൻ അതിൻ്റെ ഒരു എഫക്റ്റും ഇതിൽ കാണിക്കണ്ട. അതിന് നമ്മൾ വേറെ തന്നെ ഒരു ബാലൻസ് ഷീറ്റ് വരെ അത് പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റാർട്ടിംഗ് അല്ലേ. സോ നമ്മൾ എന്താ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് ക്ലോസിംഗ്. ഓക്കെ, സോ ഇത് നമ്മൾ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രെഡിറ്റർ എഴുതിയില്ല അല്ലേ. ക്രെഡിറ്റർ 1750, 1900. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഉണ്ട്, എൻ്റെ അടുത്ത് വിട്ടതാണ്. Now you have to balance it. You will get 3500 opening capital, that is balancing figure. ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ, അതും ഇത് ബാലൻസ് ചെയ്ത് കിട്ടുന്ന സംഭവം. ബാലൻസ് ചെയ്ത ഇത് 51, 52. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഫോമാറ്റ് നമുക്കറിയാലോ. ഓക്കെ, ആദ്യം എന്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു? ക്ലോസിംഗ് ക്യാപിറ്റൽ ഇത്. ഓക്കെ, എടുത്ത് എഴുതുമ്പോൾ മാറിപ്പോവില്ലേ. ഓക്കെ, പ്ലസ് ഡ്രോയിങ്സ്. ഫോമാറ്റിൽ ഡ്രോയിങ്സ് ഇല്ലേ. ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 500. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 5650. ഇനി എന്ത് ചെയ്യണം? പ്ലസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ 3500.
2150. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? വേറെ ഒന്നുമില്ല ഇതിനകത്ത്, അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല. ബട്ട് എന്തുണ്ട്? ഡിപ്രിസിയേഷനും ഉണ്ട്, പ്രൊവിഷനും ഉണ്ട്. ഓക്കെ, സോ ഡിപ്രിസിയേഷൻ നോക്ക് എത്രയാ? ഡിപ്രിസിയേഷൻ ഇസ് 10% ഓൺ ഫർണിച്ചർ. സോ ഫർണിച്ചറിൻ്റെ അടുത്തോ 200 അല്ലേ? 200ൻ്റെ 10% 20. 200ൻ്റെ 10% is 20. Any provision? That also 10% അല്ലേ? സോ ദാറ്റ് ഈസ് ക്ലോസിങ് എടുക്കണേ. ഇതിൽ നിന്നാണ് നോക്കേണ്ടത് ക്ലോസിങ് ഡെറ്റ്. സോ 3000. ഇതും ഫർണിച്ചർ ഈ 200 ആണ്. ഫർണിച്ചർ രണ്ടും 200 അപ്പം പ്രശ്നം ഉണ്ടായിട്ടില്ല. ബട്ട് എടുത്തത് ഏതാ? ക്ലോസിങ് ആണ്. ഡെറ്ററും ക്ലോസിങ്ങിൻ്റെ 10% കേട്ടോ. അപ്പോൾ ഇവിടെ 340 വരും. സോ യു വിൽ ഗെറ്റ് 360. ഓക്കെ, അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് 1760 കിട്ടും. ഓക്കെ, തീർന്നോ? തീർന്നോന്ന് ചോദിച്ചാൽ തീർന്ന്, ബട്ട് തീർന്നിട്ടില്ല. ഓക്കെ, ഒരു സംഭവം കൂടി നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഞാനൊരു ഫൊമാറ്റ് അവിടെ വരഞ്ഞിട്ട് ഓണാക്കാം. ഓക്കെ, സോ അവിടെ കാണാം, അവിടെ ലൈറ്റ് അടിക്കുന്നുണ്ട്. സോ ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് അഡ്ജസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ എന്നാണ് അതിൻ്റെ ഹെഡിങ്. ഓക്കെ, അഡ്ജസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ ഓക്കെ, ഞാൻ അവിടെ പ്രിപ്പയർ ചെയ്തത് നമ്മളിപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത്. ബട്ട് ഇതിൽ ഡിപ്രിസിയേഷൻ ഡിഫക്റ്റ്, പ്രൊവിഷൻ ഡിഫക്റ്റ്, അങ്ങനെ ഈ പർട്ടിക്കുലർ നമ്മൾ ഈ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഈ പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കണ്ടേ? സോ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് വരണ്ടേ? സോ അവിടെ ഞാൻ അഡ്ജസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് എടുത്തിട്ട് വേണം അത് വരയാൻ. ക്ലോസിംഗ് ബാലൻസ്. സോ ക്യാഷ് നോക്കിയേ, 200 കാണാം, 200 കാണാം. ക്വസ്റ്റ്യൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഡെറ്റർ 3400. ഡെറ്ററിന് നമ്മൾ പ്രൊവിഷൻ 340 ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ലെസ് ചെയ്ത് അവിടെ ഇട്ടു. നെക്സ്റ്റ് ഐറ്റം സ്റ്റോക്ക് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം ഫർണിച്ചറിന് ഡിപ്രിസിയേഷൻ ഇസ് ദർ 20 എഴുതിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് 1000 ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലെ ക്രെഡിറ്റർ ഇസ് ദർ, ബിൽസ് പേയബിൾ, ലോൺ. നൗ അടുത്തത് ക്യാപിറ്റൽ എങ്ങനെ എഴുതും? ഏത് ക്യാപിറ്റൽ എടുക്കണം? ഇതാണോ എടുക്കേണ്ടത്, ഇനി ഇതാണോ എടുക്കേണ്ടത്? ഫുൾ പ്രശ്നം അല്ലേ? സോ ഇവിടെ നോക്കിക്കോ, ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നെ എഴുതേണ്ടത്. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതുക, 3500 എടുക്കുക. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ 3500. ഇതിൻ്റെ കൂടെ നമ്മൾ ആരെ ആഡ് ചെയ്യണം? നമ്മൾ സാധാരണ നമുക്ക് അറിയുന്ന സാധനം നെറ്റ് പ്രോഫിറ്റിന് ആഡ് ചെയ്യണം. 1760. ഓക്കെ, ഇത് നമ്മൾ ചെയ്താൽ 5260. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? സോറി, ദിസ് ഇസ് 1790 ആണ്. 1790 ചെയ്തതിൽ ചെറിയ ഇവിടെ 9 ആണ്. ഓക്കെ, ഹിയർ 9, ഇവിടെ 9. ഓക്കെ ഓക്കെ, ഇനി എന്താ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞു. ഇനി എന്താ? ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് അറിയാലോ മക്കളെ അല്ലേ? സോ അവിടുന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. 500, റൈറ്റ്? 500 ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് എന്ത്? ക്ലോസിംഗ് ക്യാപിറ്റൽ. എല്ലാവരും വിചാരിക്കും ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ത് കിട്ടുന്നു? ഇത് കിട്ടുന്നല്ലേ? ബട്ട് അത് കിട്ടൂല. അവിടെ നോക്ക്, അത് ചെയ്ത് നോക്കിയേട്ടെ. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 4790 കിട്ടും. വൈ 4790? എന്തുകൊണ്ട് 4790? കാരണം ഇതിനകത്ത് ഓക്കെ, ഈ ക്യാപിറ്റലിനകത്ത്, അതായത് ഇതല്ലേ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നേരത്തെ എഴുതിയത്, ഇതിനകത്ത് ഡിപ്രിസിയേഷൻ്റെയും പ്രൊവിഷൻ്റെയും ഇഫക്റ്റ് വന്നിട്ടില്ല. അതിൻ്റെ അതായത് നെറ്റ് പ്രോഫിറ്റിൽ ഇത് രണ്ടിൻ്റെ ഇഫക്റ്റ് വരുന്നതിനേക്കാളും മുന്നേ ഉള്ള ക്യാപിറ്റലാണ് ഇത്. ഓക്കെ, സോ ഇപ്പം നോക്ക്, ഇപ്പം 4790 അല്ലേ ഇപ്പം കിട്ടിയേ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞ, ഇത് ഏത് ക്യാപിറ്റലാ? ഡിപ്രിസിയേഷനും പ്രൊവിഷനും അഡ്ജസ്റ്റ്മെന്റ് വരാത്തത്. അതായത് നെറ്റ് പ്രോഫിറ്റിൽ ഇത് രണ്ടിൻ്റെയും ഇഫക്റ്റ് വരാത്തത് എന്ന് പറഞ്ഞാൽ ഏത് സാധനം? 21. അതായത് ഈ 360 ഉണ്ടല്ലോ, ഈ 360ൻ്റെ ഇഫക്റ്റ് വരാത്തത്. സി നോക്ക്, ഈ 360ൻ്റെ കൂടെ ആഡ് ചെയ്ത് നോക്കിയേട്ടെ. 5150. ഇതേതാ ഈ 360? പ്രൊവിഷൻ്റെയും ഡിപ്രിസിയേഷൻ്റെ ഇഫക്റ്റ് വരാത്ത ക്യാപിറ്റലാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ അവിടെ 4790 കിട്ടുക. ബിക്കോസ് അതിൽ ആരുടെ രണ്ടിൻ്റെ ഇഫക്റ്റ് വന്നതിന് ശേഷമുള്ളതാണത്. ഓക്കെ, ഓപ്പണിംഗ് ദാറ്റ് മീൻസ് ഈ നെറ്റ് പ്രോഫിറ്റിനകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് പറയുന്നത്. എനിവേ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ
മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക, ഈ ക്യാപിറ്റൽ കിട്ടുമെന്ന് വിചാരിക്കണ്ട, ഈ ക്യാപിറ്റൽ കിട്ടില്ല. ഇഫ് ഏതില്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം അല്ല കിട്ടുക, ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് മുന്നേ ഉള്ളതാണ് ഇത്. ഓക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇത് ടാലി ആവും. ടോട്ടൽ ചെയ്തിട്ടാൽ അത് ടാലി ആവും. അതിൻ്റെ ടാലി ആവുന്നത് 7490. ഓക്കെ, ഇതാണ് എന്ത്, ജസ്റ്റ് നമ്മളെ സ്റ്റാർട്ടിങ് ഓൺലി. ഓക്കെ, ഇതൊന്നുമല്ല ഇനി വരാൻ പോകുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്. ഓക്കെ, ഇനി വരാൻ പോകുന്നതാണ് വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരും. കുറേ മിസ്സിങ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിലിപ്പം നമുക്ക് ഇത് രണ്ടല്ലേ മിസ്സിങ് ആയിട്ടുള്ളൂ. ഇത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഞാൻ ഡിപ്രിസിയേഷൻ ഡിഫക്റ്റിൽ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രൊവിഷന്റെ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന് മുന്നേ ഉള്ള സംഭവമാണ് ഞാൻ എടുത്തത്. ഓക്കെ, അതിന് മുന്നേ ഉള്ള സംഭവമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അക്കൗണ്ട് വരച്ചു. പിന്നെ ഞാൻ അഡ്ജസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് FS, ഒന്നുമല്ല ബാലൻസ് ഷീറ്റ് തന്നെയാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് ഓഫ് FS. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അഗെയിൻ റിപ്പീറ്റിംഗ്, ദിസ് ഇസ് ജസ്റ്റ് എ ബേസ് പ്രോബ്ലം ആണ്. ഇതിൽ ഒരുപാട് അക്കൗണ്ട് വരേണ്ട വരും. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യനിൽ ഡെറ്റർ അക്കൗണ്ട് വരേണ്ട വരും, ക്രെഡിറ്റർ അക്കൗണ്ട് വരേണ്ട വരും, ട്രേഡിംഗ് അക്കൗണ്ട് വരേണ്ട വരും, ബിൽസ് പേബിൾ അക്കൗണ്ട് വരേണ്ട വരും, ബിൽ റിസീവബിൾ അക്കൗണ്ട് വരേണ്ട വരും, ഇത് വരേണ്ട വരും, അങ്ങനെ പലതും വരേണ്ട വരും. സോ ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാം. ഇവിടെ കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.